എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒന്നരാടം ഒരിക്കലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ആയിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ദിവസം. പക്ഷേ എനിക്ക് ഇന്നലെ അതിന് പറ്റിയില്ല. വേറൊന്നുമല്ല, കേശുവിന് ഭയങ്കര പനിയായിരുന്നു. മോന് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് അത് പിന്നെ പനിയായി. പനിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞെരിച്ച പനിയെന്നൊക്കെ നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പനിയായിരുന്നു. 101 ഡിഗ്രി പനിയൊക്കെ കഴിഞ്ഞു പോയി. മോനൊരു വിറയൽ പോലെയൊക്കെ ആയി. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ആളിപ്പോൾ ഓക്കെ ആയി, ആൾ മിടുക്കനായി. കുരുത്തക്കേട് മാത്രം കൂടി. 2-3 ദിവസമായിട്ട് പനിയായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ കൊഞ്ചിച്ച് ഇരുത്തിയിരുന്നത് കൊണ്ട് ഭയങ്കര കുരുത്തക്കേട് പനി കുറഞ്ഞപ്പോഴേക്കും. അപ്പോൾ കുറച്ച് ദിവസം ഒച്ചയടപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലിപ്പോൾ ഈ മഞ്ഞിൻ്റെതായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെയാണ് പെട്ടെന്ന് പനിയായിട്ട് ഇങ്ങനെ വായൊക്കെ ചുണ്ടൊക്കെ തടിച്ച് വായൊക്കെ ഒരു വല്ലാണ്ട് ഒരു പ്രശ്നം പോലെ ആയിരുന്നു. 2 ദിവസം ആഹാരമൊന്നും കഴിക്കില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ തൊണ്ട നല്ല പഴുത്തിരിക്കുകയായിരുന്നു മോന്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ ഒരു താളത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇടയ്ക്ക് എന്തെങ്കിലും താളപ്പിഴ വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്നൊന്നിങ്ങനെ ഒന്ന് സ്റ്റക്കായിപ്പോൾ വീണ്ടും നമ്മളതിന് തിരിച്ചു പിടിക്കും. അതിനേക്കാളും ഇരട്ടി ഊർജ്ജത്തോടു കൂടി നമ്മൾ തിരിച്ചു പിടിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ആക്റ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ മോന് വയ്യാണ്ടായി 3 ദിവസവും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മുടക്കമൊന്നും കൂടാണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്നലെ ആയപ്പോഴേക്ക് എനിക്കൊന്നിനും പറ്റാതെ ആയിപ്പോയി. കാരണം അതിൻ്റെ തലേന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. മോനിങ്ങനെ 101 ഡിഗ്രി പനിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു വിറയൽ പോലെയൊക്കെ വന്നപ്പോഴേക്കും ഒരു ആകപ്പാട് നമ്മളൊന്ന് പേടിച്ചു പോകുമല്ലോ. നമ്മളിനി എത്ര ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമ്മളങ്ങ് പെട്ടെന്നങ്ങ് ഭയങ്കര ഷോക്കായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിപ്പോവില്ല, അതുപോലെയൊക്കെ ആയിപ്പോയി. അപ്പോൾ രാത്രിയും നല്ല പനിയായിരുന്നപ്പോഴേക്കും മനസ്സിലൊരു പേടിയായിരുന്നു. ഇനി ഞാനായിട്ട് ഉറങ്ങിപ്പോയാൽ മോന് വീണ്ടും പനി കൂടെ അല്ലെങ്കിൽ ഒന്ന് വിറയൽ പോലെയൊക്കെ വന്നാൽ നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ചേട്ടനും ആകെപ്പാട് ടയേർഡായിരുന്നു. പുള്ളിക്കാരൻ ജോലിക്ക് പോയി, അവിടുത്തെ സ്ട്രെസ്സ്, ഷോപ്പിലെ സ്ട്രെസ്സ്, പിന്നെ മോന് വയ്യാണ്ടായത് നമുക്ക് ചിന്തിക്കാമല്ലോ അവരുടെ ഒരു മാനസികാവസ്ഥയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും എല്ലാം ഓക്കെ ആയി. അപ്പോൾ എൻ്റെ ഈ വീഡിയോസിൽ എൻ്റെ കണ്ണൊക്കെ കാണുമ്പോഴറിയാം എനിക്ക് ഉറക്കം തീരെ ഇല്ലാഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ചത്ത കണ്ണുപോലെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനുള്ളതും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കാനുള്ളതും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുഞ്ഞിന് വയ്യാണ്ടായാലും അങ്ങനെ തന്നെ, ചേട്ടന് വയ്യാണ്ടായാലും അങ്ങനെ തന്നെ, ഇപ്പോൾ അമ്മയ്ക്കായാലും അങ്ങനെ തന്നെ. അവർക്ക് എന്തൊക്കെ വയ്യാണ്ടായാലും നമ്മൾ അവർക്കൊപ്പം നമ്മളും അങ്ങ് ഒന്നും കഴിക്കാണ്ട് അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ട് കാര്യമില്ല. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിന് വയ്യാണ്ടായാലോ അല്ലെങ്കിൽ ഭർത്താവിന് വയ്യാണ്ടായാലോ അവർ പിന്നെ ഒന്നും കഴിക്കാണ്ട് എനിക്കൊന്നും ഇറങ്ങണില്ല, എൻ്റെ കുഞ്ഞിന് വയ്യ, എൻ്റെ ഭർത്താവിന് വയ്യാന്നും പറഞ്ഞിരിക്കും. പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്ന് വെച്ചാൽ അവർക്ക് വയ്യാണ്ടായിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കാനുള്ള. നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ടും ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് അവരെ നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്താഗതിയൊന്നും എനിക്കില്ല. പക്ഷേ ചിലപ്പം നമ്മളൊന്ന് കുറച്ചൊന്ന് പതറിപ്പോവും. എന്നാലും നമ്മൾ മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കും. ഇവിടെ അമ്മയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യം മതി അമ്മ വല്ലാണ്ട് അങ്ങ് ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ്. ചേട്ടനായിരുന്നാലും നമുക്കാർക്കെങ്കിലുമൊക്കെ വയ്യാണ്ടായാലും പുള്ളിക്കാരനും ഭയങ്കരമായിട്ട് അങ്ങ് ഡെസ്പായിപ്പോവും. അപ്പോൾ ഇവരുടെയൊക്കെ എല്ലാ സ്വഭാവം അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ മാക്സിമം എനിക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് കാണിക്കാറേ ഇല്ല. ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തളർന്ന് പോകണതായിട്ടോ ചെറിയൊരു പേടി പോലെയൊക്കെ കാണിച്ചാൽ ചേട്ടൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ചേട്ടൻ പെട്ടെന്നങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ സ്ട്രോങ് ആയിട്ട് അതൊന്നും പ്രശ്നമില്ല, ഇത് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ടല്ലേ കുഞ്ഞിന് പനി വന്നത്, ഇത് പ്രശ്നമില്ല ചേട്ടൻ സമാധാനപ്പെടുന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴേക്കും പുള്ളി കുറച്ചും കൂടി അങ്ങ് ആക്റ്റീവായി, പുള്ളിക്കൊരു ധൈര്യം പോലെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു 1-2 ദിവസങ്ങൾ, 1-2 ഒരു 4 ദിവസം അങ്ങനെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഇപ്പോൾ എന്തായിരുന്നാലും എല്ലാം മാറി, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോഴിതാ നമുക്ക് ഒന്നുമില്ലാന്ന് നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമല്ലോ. നമുക്ക് ആർക്കും ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ വേണം ഇനി അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എന്നത്തെയും പോലെ വിളക്കെല്ലാം കത്തിച്ച് അടിച്ച് വാരി തൂത്ത് തളിച്ച് എല്ലാ കാര്യങ്ങളും അതേപോലെ വരണുണ്ട്. പിന്നെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് മീൻ വാങ്ങാറില്ല. അങ്ങനെ ചോറും ചമ്മന്തിയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ആഹാര രീതികളെല്ലാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെയായിരുന്നു. അല്ലാണ്ട് നമുക്ക് ഇന്ന കറികൾ വേണമെന്നൊന്നുമില്ല. വിശപ്പടക്കാൻ വേണ്ടി ആഹാരം കഴിച്ച രീതിയിലായിരുന്നു 2-3 ദിവസം വയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ എല്ലാം തിരിച്ചു പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അപ്പവും കടലക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് തേങ്ങ പൊതിക്കണം. നമ്മളിവിടെ തേങ്ങ വാങ്ങാറില്ലെന്നല്ല, തേങ്ങ ഇല്ലയെന്നറിയാമല്ലോ, നമ്മൾ വെളിയിൽ നിന്നാണ് വാങ്ങണത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ തേങ്ങ വെട്ടിയപ്പോഴേക്ക് അവിടെ നിന്ന് ചേച്ചി തന്നതാണ്, ഒരു 3-4 തേങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊതിച്ചെടുക്കണം. ഇപ്പം ഇതുപോലെ ഒരു പാടുള്ള ഒരു കാര്യമില്ല. മുന്നേയൊക്കെ വീട്ടിലെ തേങ്ങ വെട്ടിയിടുമ്പോൾ ഇതേപോലെ പൊതിച്ചൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-12 വർഷമായെന്ന് തോന്നുന്നു തേങ്ങയൊക്കെ ഇതേപോലെ ഒന്ന് പൊതിച്ചെടുത്തിട്ട് പാരയിൽ. അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തേങ്ങയൊക്കെ പൊതിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കേശുവിനെയും കൊണ്ട്, കേശു ഞാൻ പറഞ്ഞില്ലേ മോനും ഓക്കെ ആയി വന്നിട്ടുണ്ട്, എങ്കിലും ആൾക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല പനിച്ചിരിക്കുമ്പോഴല്ല, അത് കഴിയുമ്പോഴാണല്ലോ ക്ഷീണവും കാര്യങ്ങളും കുറച്ച് കൂടുതൽ വരുന്നത്. അപ്പോൾ ദേഹം വേദനയും തലവേദനയൊക്കെ മോനുണ്ടായിരിക്കും. നമ്മളെപ്പോലെ ഇങ്ങനെ പറയാനൊന്നും അറിയില്ലല്ലോ. ആൾക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോഴേക്കും പിള്ളേർ ഓടി കളിക്കും. അവർക്ക് ഈ കള്ളം അറിയില്ലല്ലോ. കുറച്ച് ശരിയാകുമ്പോഴേക്കും അവരങ്ങ് കളി തുടങ്ങും. അങ്ങനെ തേങ്ങയെല്ലാം അവിടെ നിന്ന് പൊതിച്ച് വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി മോൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്ക് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങ് വരാൻ. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്, അമ്മ നമുക്ക് അങ്ങോട്ട് പോകാം, അപ്പാപ്പൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ആനന്ദവും ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഒരു 9 മണി ആയപ്പോഴേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ കാരക്കയൊക്കെ, ഞാൻ അന്ന് കൊണ്ടുപോയ കാരക്കയൊക്കെ ഉപ്പിലിട്ടതൊക്കെ എല്ലാം കഴിച്ച് തീർന്ന്. ഉപ്പിലിട്ട് വെക്കണത് മാത്രം അറിയാം, 2 ദിവസം കൊണ്ട് കുപ്പി കാലിയാവും. അപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ കാരക്കയൊക്കെ പറിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ ചേച്ചിയും മോളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് ഇന്ന് കാരക്കയൊക്കെ അടിക്കുന്നത്. അന്ന് കുറേ കാരക്കയൊക്കെ അടിച്ച് കൊണ്ടുപോയതൊക്കെ ഞാൻ പറഞ്ഞില്ല, അന്ന് കൊണ്ടുപോയതൊക്കെ 2 ദിവസം കൊണ്ട് തീർന്നു. എന്നാൽ ആ ഭാഗത്തുള്ള കാരക്കൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. ഇത് നല്ല നല്ല പിഞ്ച് കാരക്കയാണ്. അതിൻ്റെ ഒരു ഒട്ടും പരുവൊന്നും ആയില്ല. എനിക്കാണെങ്കിൽ സത്യത്തിൽ ഈ കാരക്ക പഴുത്തിട്ട് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല. അല്ലാണ്ട് ഇതേപോലെ പറിച്ചിട്ട് അതിന് ഉപ്പിലിട്ട് കഴിക്കണം, അല്ലെങ്കിൽ അച്ചാറിട്ട് കഴിക്കണം. പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. കേശുവും അനന്തവും കൂടെ അവിടെ പുളിയെറിയക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അനന്തൂനായിരുന്നാലും ഇപ്പോൾ വരുമ്പോഴേക്കും ഇങ്ങോട്ട് വരണം, സ്ഥലമുണ്ടല്ലോ ഓടി കളിക്കാനായിട്ട്. അവിടെ അനന്തൂൻ്റെ വീട്ടിലായിരുന്നാലും സ്ഥലം കുറവാണ്, അവർ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഈ ഒരു രീതിയിലുള്ള ഇത്രയും സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ആണല്ലോ മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന് നമ്മുടെ നാട്ടിൽ അമൃതങ്കായ എന്നാണ് പറയണത്. ഇത് ഞാനിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. നമ്മളിവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ അമൃതങ്ക. അപ്പോൾ നമ്മളിവിടെ വന്ന സമയം തൊട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ പഴുത്ത് നിൽപ്പുണ്ട്. പക്ഷേ അതിങ്ങനെ തോട്ടം കൊണ്ടൊക്കെ അടിച്ചിട്ടൊന്നും നല്ല പഴുത്തിട്ട് പോലും അത് താഴെ വീഴണില്ല, ഞെട്ട് നല്ല കട്ടിയാണ്. അങ്ങനെ അത് 2 എണ്ണം താഴെ നിന്ന് ഞാൻ നോക്കി നിർത്തിയിരിക്കുകയായിരുന്നു, പഴുക്കണമെന്ന്. പക്ഷെ പഴുത്തപ്പോഴേക്കും ഞാനത് എടുത്തതാണ്. എടുത്ത് 2 എണ്ണം അടുത്ത് നിന്ന് വേറൊന്നും കൂടെ എടുത്ത്. അപ്പോൾ അത് പഴുത്തില്ല. അത് കണ്ടിട്ടാണ് അമ്മയുടെ മുഖമൊക്കെ മാറിയത്. നീ അതും കൂടെ എടുത്താന്നാണ് അമ്മ ചോദിച്ചത്. എനിക്കിത് കഴിക്കാനും അറിയില്ല. അങ്ങനെയാണ് ഞാൻ കഴിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് കഴിക്കാനുള്ളതെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ചപ്പോഴേക്കും. നമ്മുടെ ഈ സീതപ്പഴമൊക്കെ ഇല്ലേ, സീതപ്പഴം നമ്മൾ ആദ്യച്ചക്ക മുള്ളാത്തേക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വേർഷൻ പോലെ തന്നെയായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ഈ കിണർ കാണുമ്പോഴേക്കും ഒന്ന് വെള്ളം കോരാനായിട്ട് അപ്പോഴും തോന്നുന്നു. അങ്ങനെ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നപ്പോഴേക്ക് കേശുവിനും വെള്ളം കോരണം. അങ്ങനെ ഞാൻ കേശുവിനെ അങ്ങ് താഴെ ഇറക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് വലിച്ചോളാൻ പറഞ്ഞ്. അപ്പോൾ മോനും സന്തോഷം, അവന് ഞാനാണമ്മ വെള്ളം കോരിയെന്നൊക്കെ കേശു പറയാനുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ അനന്തപുരം സഹിക്കാൻ പറ്റണില്ല. ഇതൊക്കെ നമ്മൾ എത്രയോ വെള്ളം കോരി തളർന്നതാണ്, ഇപ്പോഴല്ലേ പൈപ്പൊക്കെ ഉണ്ടായത്. എന്നാലും നമുക്ക് ഈ കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോടെയാണല്ലോ നമുക്ക് കുറച്ചും കൂടെ ആക്രാന്തം കൂടുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരണതും ഇങ്ങനെ ഓടി കളിക്കുന്നതും കാരക്ക കഴിക്കുന്നതും ഒക്കെ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് അതിനടുത്ത് ഒരു ഇൻട്രസ്റ്റും തോന്നില്ല. നമ്മളിതെല്ലാം നമുക്കത് അനുഭവിച്ചത് കൊണ്ടും ഇപ്പം നമുക്കത് കിട്ടാത്തത് കൊണ്ടും ആണല്ലോ നമുക്ക് അതൊക്കെ കാണുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒരു ആകാംക്ഷയും കുറച്ചും കൂടെയൊക്കെ ഒരു എന്താ പറയാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നണം, അതല്ലേ. അപ്പോൾ അനന്തൂനും അവിടെ നിന്ന് വെള്ളം കോരണമെന്ന് പറഞ്ഞ് അനന്തൂനെ കൊണ്ടുപോയി ഞാൻ വെള്ളം കോരിച്ചായിരുന്നു. പിന്നെ ഇതാ ചേട്ടനും വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 മൂട് പുളി നിൽപ്പുണ്ട്, നിറച്ച് പുളി കാച്ചി നിൽക്കുകയാണ്. അങ്ങനെ ഇതാ പുളി എറിയാണ് അവർ. 2 പുളിയിലും മാറി മാറി എറിയണമുണ്ട്. കേശുവിന് ഭയങ്കര ഒരു ഇത് കാണുമ്പോഴേക്കും അവനും പുളി എറിയണമെന്നൊക്കെയാണ് മോൻ പറയണത്.
ആൾ നടക്കണ കണ്ടില്ലേ 2 ദിവസം കൊണ്ട് ആളങ്ങ് വല്ലാണ്ടായിപ്പോയി, പൊക്കം വെച്ചതുപോലെയൊക്കെ ആയി. ഇപ്പോൾ ആൾ ഉണങ്ങിപ്പോയി, ആഹാരം ഒന്നും കഴിക്കാണ്ട് ആയപ്പോഴേക്കും കുറച്ചും കൂടെ ഉണങ്ങിയപ്പോഴേക്കും ആൾ പൊക്കം വെച്ചതുപോലെ. ഇനി അടുത്ത മാസമാണ് മോൻ്റെ പിറന്നാൾ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നാട്ടിൻപുറത്തൊക്കെ പറയാറില്ലേ, ഈ പിറന്നാൾ വരാറാവുമ്പോഴേക്കും അസുഖം വരുമെന്നൊക്കെ. അപ്പോൾ അമ്മയൊക്കെ അങ്ങനെയാണ് പറയുന്നത്, പിറന്നാളല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അസുഖം വന്നതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ മീനൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. നല്ല പിടയ്ക്കണ ചൂര മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മീനിന് 150 രൂപയായിരുന്നു വില. അതുപോലെ തന്നെ വാളമീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വാളമീനിൻ്റെ ഇപ്പോൾ വിലയൊക്കെ പോയി, കാരണം അതിൻ്റെ ആ ഒരു സീസണൊക്കെ കഴിഞ്ഞ് വരെയല്ലേ. അപ്പോൾ 2 വാളമീനിന് 150 രൂപയായിരുന്നു. ഇനി ഈ ചൂര കട്ട് ചെയ്യാനായിട്ട് വലിയ ചൂരയൊക്കെ അല്ലേ, അപ്പോൾ അതിന് ആ ഒരു രീതി ഉണ്ടല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മീൻ കട്ട് ചെയ്യണ വീഡിയോ ഇടണേ ചേച്ചി എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ സൈഡിലുള്ളതൊക്കെ 2 ഭാഗവും ആ തൊലിയൊക്കെ ഇങ്ങനെ ഉരിച്ചിട്ട് ആ തൊലി ഇങ്ങനെ ചെത്തിയെടുത്താൽ മാത്രമേ നമുക്കിങ്ങനെ ആ തോല് ഉരിച്ചിങ്ങനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പൂച്ച അവിടെ നോക്കിയിട്ടിപ്പുണ്ട് എന്തെങ്കിലും പീസ് കിട്ടുമോ അറിയാനായിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ മീനിൻ്റെ കാര്യം പറയും. മീൻ ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ചൂര മീൻ കട്ട് ചെയ്യുമ്പോൾ ഈ ചിക്കൻ കട്ട് ചെയ്യും പോലെയൊക്കെയാണല്ലോ കട്ട് ചെയ്യണം. സാധാരണ മീൻ കട്ട് ചെയ്യും പോലെ അല്ലല്ലോ, കാരണം ഈ ചൂര മീനിൽ ചത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനിങ്ങനെ അലുവ കഷ്ണം പോലെ ഇരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക്. അപ്പോൾ പിന്നെ ആ തോലൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ പീസാക്കിയൊക്കെ എടുക്കും. അങ്ങനെ അമ്മ അവിടെ മീൻ കട്ട് ചെയ്യുന്ന ജോലി അവിടെ തന്ത്രിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കേശുവിന് ഒരു ഓറഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് പനിയായിട്ടിരിക്കുമ്പോഴേക്കും ഓറഞ്ച് കൊടുക്കണത് നല്ലതാണല്ലോ. അപ്പോൾ പനിക്ക് ഓറഞ്ച് നല്ലതാണ്, പക്ഷെ മുന്തിരി കൊടുക്കാൻ പാടില്ല എന്ന് പറയും. മുന്തിരി കുറച്ചും കൂടെ തണുപ്പാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഓറഞ്ച് മോന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ തോല് ഉരിച്ച് കളഞ്ഞിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ആളങ്ങ് കഴിച്ചോളൂ. പിന്നെ ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം കേശു കൂട്ടാൻ ഇഷ്ടമാണ്. പിന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് ആഹാരവും വെള്ളമൊക്കെ കൊടുത്ത് മോനൊന്ന് ഓക്കെ ആക്കി എടുക്കണമല്ലോ. കണ്ണൊക്കെ ഇങ്ങനെ ക്രാവി തന്നെ ഇരിക്കുകയാണ്. ആ പനി കുറഞ്ഞെങ്കിലും ആൾ ഇപ്പോഴും നല്ല ഓക്കെ ആയിട്ടില്ല, മെടുക്കനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കള്ളത്തരം അറിയില്ലല്ലോ. പനിയൊക്കെ മാറുമ്പോഴേക്കും അവർ ഓടി കളിക്കാനായിട്ട് തുടങ്ങും. നമ്മളല്ലേ ക്ഷീണമെന്ന് പറഞ്ഞ് കിടക്കുള്ളൂ. അങ്ങനെ ഓറഞ്ചൊക്കെ കൊടുത്ത് പിന്നെ ഇനി ചോറ് തലേദിവസം ഇന്നലെയൊക്കെ വെച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ആർക്കും ചോറൊക്കെ അല്ലെങ്കിൽ ചോറ് ഇറക്കാൻ കുറവാണ്. എന്നാലും ഇന്നലെയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ചോറൊക്കെ ഞാൻ നല്ല രീതിയിലൊക്കെ കഴിക്കണുണ്ടായിരുന്നു, എനിക്ക് മോനെ നോക്കണ്ടേ. എന്നാലും നമുക്ക് ചെറിയ വിഷമങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ചോറൊക്കെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കുക്കറിൽ വെച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ചോറ് ആവി കയറ്റാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ മീനൊക്കെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് വാളയും റെഡിയാക്കി, അതുപോലെ തന്നെ ചൂരയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ചൂരമീൻ നമ്മൾ പച്ച ചൂരയൊക്കെ ആകുമ്പോഴേക്കും ഈ വാളമീനെന്ന് പോലെയല്ല, അതിന് ബ്ലഡ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ കഴുകും തോറും അമ്മ പറയണം അതിലിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. അപ്പോൾ അതാണല്ലോ ചൂരയുടെയൊക്കെ ഒരു പ്രത്യേകത. വാള വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഇന്നെന്തായാലും വെക്കണില്ല, അത് നാളെ വെക്കണുള്ളൂ. ചൂര മീൻ മാത്രമാണ് ഇന്ന് വെക്കണത്. പിന്നെ ഇവിടെ ചേട്ടൻ്റെ ഫേവറേറ്റാണ് ചൂരയും മത്തി. ഇത് രണ്ടുമാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എവിടെയെങ്കിലും പോയാലും മീൻ വാങ്ങിക്കൊണ്ട് വന്നാലും കൂടുതലും ചൂരയെ വാങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് അല്ലാണ്ട് ചിലപ്പോൾ ഇങ്ങനെ മുള്ളൻ തലയും കിട്ടുമെന്ന് പറയും. നമ്മളങ്ങനെയാണ് പറയണത്, തല കിട്ടുമല്ലോ. അപ്പോൾ നമ്മളതിനെ മുള്ളൻ തലയെന്നാണ് പറയുന്നത്. അങ്ങനെ വെക്കും, അങ്ങനെ സെപ്പറേറ്റ് വയ്ക്കും. പിന്നെ പീസെല്ലാം സെപ്പറേറ്റ് വയ്ക്കും. ഇപ്പോൾ അതിനായിട്ടൊന്നുമില്ല, അല്ലാണ്ട് ഒരുമിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ പുളി ഉണക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോഴേക്കും ഒരു പണി കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുളിയാണിത്. പുളി ഉണക്കാനായിട്ട് വെച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് കേശു ആ പുളി മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങ് കഴുകി. എന്ത് പറയാനായിട്ട്, അല്ല ഇപ്പോൾ വയ്യാണ്ടിരിക്കുക അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല അടി അവൻ വാങ്ങിക്കുമായിരുന്നു. അതിന് ആ മുറത്തോടെ എടുത്തിട്ട് അവൻ കഴുകിയായിരുന്നു പുളി. അങ്ങനെ വീണ്ടും അതിനെ ഉണക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് ക്ലീനാക്കി എടുക്കണം. പിന്നെ ഈ കപ്പയിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്തിനാണെന്ന് വെച്ചാൽ, ഈ നല്ല വേവണ കപ്പയുണ്ട്, വേവാത്ത കപ്പയുണ്ട്. അപ്പോൾ കാണുമ്പോഴേക്ക് കുറച്ച് നല്ല ഭംഗിയായിട്ട്, കുറച്ച് സാധാരണക്കാലം കുറച്ച് വലിപ്പത്തിലൊക്കെ ഇരുന്നാലും, അതുപോലെ തന്നെ നമ്മൾ തോല് ഉരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉരിഞ്ഞു വരുമല്ലോ, പെട്ടെന്ന് ഇളകി ഇങ്ങനെ
നമ്മൾ പഴത്തൊലിയൊക്കെ ഉരിക്കും പോലെ ഇളകി വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. ചിലതൊക്കെ നമ്മൾ കപ്പയുടെ തോലിളക്കുമ്പോഴേക്കും അതിങ്ങനെ ഇളകി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിങ്ങനെ കപ്പയിൽ തന്നെ ഒട്ടിയിരിക്കും. പിന്നെ നമ്മളതിനെ ചെത്തിയൊക്കെയാണ് എടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെ ഉരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതാകുമ്പോഴേക്കും വേവാനായിട്ട് ഭയങ്കര പാടാണ്, അത് വെന്ത് വരേയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തോലുരിച്ചപ്പോഴേ അമ്മയോട് പറഞ്ഞു, അമ്മ നല്ല വേവണ കപ്പയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കപ്പയാണെന്ന് പറഞ്ഞ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെണ്ണ പോലെ വെന്ത് വരുന്ന കപ്പയാണ് കൂടുതലിഷ്ടം. അപ്പോൾ അതിൻ്റെ കുറച്ചേ വെക്കണുള്ളൂ. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് ആഹാരം കഴിക്കണത് ഇവിടെ. പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈശ്വര ഭയങ്കര ഡയറ്റ് എന്ന് പറഞ്ഞ് ഭയങ്കര പുതുമയാണ്, അത് കഴിക്കൂല ഇത് കഴിക്കൂല. എനിക്കാണെങ്കിൽ ചില സമയം ദേഷ്യം വരും. എന്ത് വെച്ചാലും അതിലങ്ങനെയുണ്ട് ഇതിലിങ്ങനെയുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങി പിന്നെ ഒരു ആഹാരവും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കപ്പയൊക്കെയാണ് അവിടെ വെക്കണത്. പിന്നെ ഇതാ ഞാൻ കുറേ നാളായി നട്ട ഒരു മുളകായിരുന്നു, അത് മൊത്തം കുരുടിച്ചൊക്കെ പോയി. നമ്മുടെ ഈ വെള്ളക്കാന്താരിയില്ലേ, ഇത് കായ്ക്കാൻ തുടങ്ങി നിറച്ച് കായ്ക്കുക. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മ പറഞ്ഞതാണ് നീ അത് വെട്ടിക്കളയും, അത് രക്ഷപ്പെടൂലെന്ന്. എന്നാലും നമ്മൾ ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാനായിട്ട് പാടില്ല. നമുക്ക് എപ്പോഴും ശുഭാപ്തി ഒരു പോസിറ്റീവ് ചിന്തയാണല്ലോ വേണ്ടത്. അപ്പോൾ എനിക്കൊരു ഉറപ്പായിരുന്നു ഞാനത് ഞാൻ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വെട്ടിക്കളയില്ല, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിറച്ച് കായ്ക്കുക തന്നെ ചെയ്യും. അപ്പം ഞാനതിൻ്റെ ആ കുരുടിച്ച ഭാഗമൊക്കെ ഇങ്ങനെ ഒടിച്ച് കളഞ്ഞ് എനിക്ക് മുറിച്ച് കളയാനായിട്ട് വിഷമമായിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പം അത് നിറച്ച് കായ്ച്ചു തുടങ്ങി. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴേക്കും അത് പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അത് അങ്ങനെ വരുവുള്ളൂ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പം നമ്മളെപ്പോഴും എന്ത് കാര്യത്തിനെ പറ്റിയും ഒരു ശുഭാപ്തി വിശ്വാസത്തോട് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാത്തിലൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും എൻ്റെ മുളക് നിറയെ കാച്ചു വരണുണ്ട്. പിന്നെ ഇതാ കപ്പ നമ്മൾ വെന്ത് വരുമ്പോഴേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉടച്ചൊക്കെ എടുക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കുന്നതല്ല, കുറച്ചിങ്ങനെ കുഴമ്പായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടെ ഇട്ടാൽ എൻ്റെ കപ്പ അവിടെ റെഡിയാവും. ചിലവർ തേങ്ങയൊക്കെ ഇട്ട് അരയ്ക്കും, എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. നമ്മൾ ആദ്യം തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കില്ല. മഞ്ഞൾപ്പൊടിയും ഇടും, ജീരകവും ഇടും, തോന്നിയാൽ മാത്രം വെളുത്തുള്ളിയും കൂടി ഇടും. പക്ഷേ വെളുത്തുള്ളി ഇടണത് നല്ലതാണ്, കപ്പയൊക്കെ ഗ്യാസ് അല്ലേ. എനിക്ക് ചിലപ്പോൾ ഈ കപ്പയിൽ ഇങ്ങനെ അത് കഴിക്കുമ്പോഴേക്ക് വെളുത്തുള്ളി ഇങ്ങനെ കടിക്കുമല്ലോ, അപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ വെളുത്തുള്ളി ചേർക്കാത്തത്. ഇനി ഇതാ കണ്ട ഒന്നിങ്ങനെ ഉടച്ചാൽ മതി, നല്ലതുപോലെ ഉടഞ്ഞ് വന്നോളും. ഇനി ഇതിനേക്കാളും വേവണ കപ്പയുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഉടച്ചെടുക്കണം. മറ്റേതാണെന്ന് വെച്ചാൽ വെന്തെന്നല്ല, തിളയ്ക്കുമ്പോൾ തന്നെ അങ്ങ് വെന്ത് കളയും. പിന്നെ നമുക്കതിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അന്ന് നമ്മൾ കുറച്ച് നോക്കാനായിട്ട് മാറിപ്പോയാൽ അതങ്ങ് ആ വെള്ളം പിന്നെ ഊറ്റി കളയാൻ പോലും പറ്റാണ്ട് അങ്ങനെയാവും. നമ്മളെന്തായാലും ആ വെള്ളം കപ്പ വേവിക്കുന്ന വെള്ളമൊന്നും ഊറ്റിക്കളയണ്ട, അതിൻ്റെ ആ കൂട്ട് കട്ടൊക്കെ പോകണമല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും നല്ലൊരു മരിച്ചിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറേ ചെമ്പരത്തിപ്പൂ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ വിളക്ക് വയ്ക്കാനായിട്ട് 3 ചെമ്പരത്തിപ്പൂ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയത് ഇത്രയും ചെമ്പരത്തിപ്പൂ ഞാൻ മനഃപൂർവ്വം നിർത്തിയിരുന്നതായിരുന്നു. എനിക്ക് അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു, ചെമ്പരത്തി രസം വയ്ക്കണമെന്നുള്ളത്. അപ്പോൾ അത് കുറേ ചെമ്പരത്തിപ്പൂ കിട്ടിയാലാണ് കുറച്ചും കൂടെ നല്ലത്. പണ്ട് അമ്മ വീട്ടിൽ വയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെമ്പരത്തിയല്ലേ, ഇത് 5 തൽ ചെമ്പരത്തിയല്ലേ. അമ്മ രസം വയ്ക്കുന്നത് നമ്മൾ അടുക്ക് ചെമ്പരത്തി ഉണ്ടല്ലോ, നാടൻ അടുക്ക് ചെമ്പരത്തി, നമ്മൾ കണ്ട റോസാപ്പൂ പോലെ ഇരിക്കുന്ന ചെമ്പരത്തി ഇല്ലേ, ഇതിൻ്റെ തന്നെ ആ ചെമ്പരത്തി പൂവിലായിരുന്നു അമ്മ പണ്ട് വീട്ടിൽ രസം വയ്ക്കണത്. ഇപ്പം എനിക്ക് അത് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചെമ്പരത്തി പൂവിൽ വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഒരു നാടൻ ആ അടുക്ക് ഇപ്പോൾ കാണാനില്ല കേട്ടോ. നമ്മളിവിടെ കാണാനില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ കാണാനില്ല, നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്നും അത് കാണാനേ ഇല്ല. കുറേ നാളായി ഇപ്പോൾ അതൊക്കെ കണ്ടിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ആ ഒരു ചെമ്പരത്തിപ്പൂ പോലെ ഇരിക്കുന്ന അല്ലാണ്ട് വേറെ ഒരു നാടൻ ചെമ്പരത്തി ഉണ്ടായിരുന്നു, അടുക്ക് തന്നെ കുറച്ചും കൂടെ വലുതായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാനില്ല. അങ്ങനെ ചെമ്പരത്തിപ്പൂവിനെ വൃത്തിയും മെനയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നത് തന്നെങ്കിൽ അതിൽ പൊടിയൊക്കെ കാണൂലേ, അങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പൂമ്പൊടിയും ഞെട്ടുമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഈ ചെമ്പരത്തിപ്പൂവെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചെമ്പരത്തിപ്പൂ കുറച്ചുകൂടെ ഡാർക്കാണ്, നല്ല ചുവപ്പാണ്. നമ്മൾ തനി നാടൻ ചെമ്പരത്തി ആണെങ്കിൽ ഇത്രയും ചുവപ്പ് കാണില്ല, കുറച്ചും കൂടെ വേറൊരു കളറാണ്, ഇത്രയും ചുമക്കൂല. പക്ഷേ ഇത് ഭയങ്കര ചുവപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ തന്നെ ഭയങ്കര ഒരു മെറൂൺ കളറിൽ ആ വെള്ളം അങ്ങ് കിട്ടിക്കോളും.
അപ്പോൾ അതാ കണ്ടില്ലേ, ചെമ്പരത്തിപ്പൂ അതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ല മെറൂൺ കളറിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബാക്കി പരിപാടികൾ. അപ്പം നമ്മളിനി രസത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ഇനി തൊലി കളഞ്ഞൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്തെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി എടുക്കണം. ഇഞ്ചി ഒരു അല്പം എടുത്താലും മതി, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ കറിവേപ്പില എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി ഇല്ല അതുകൊണ്ട് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, മല്ലിയിലയും ഇല്ല, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെയൊക്കെ വേണം. ഇതെല്ലാം കൂടെ ഒരു മിക്സിയിൽ പിന്നെ 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരുപാട് രീതിയിൽ രസം വയ്ക്കാം. ഇവിടെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പം ഞാൻ വെക്കുന്നത് രസത്തിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഈ രീതിയിലല്ല അമ്മ വയ്ക്കുന്നത്. അമ്മ പുളിരസം എന്ന് പറഞ്ഞ് വയ്ക്കും. പിന്നെ അല്ലാണ്ട് വേറെ എല്ലാം കൊണ്ട് അരച്ച് കലക്കി ഒരു രസം വയ്ക്കും. കുറേ രീതിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റിയിൽ രസം വയ്ക്കാം. അപ്പോൾ ഇനിതാ ഞാനിന്ന് ഇങ്ങനെയാണ് വെക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെണ്ണ പോലെ അരച്ചെടുക്കണമെന്നൊന്നുമല്ല, ഒരു 2 കറക്കി എടുത്താൽ മതി. മിക്സിയിൽ വെച്ചിട്ട് തിരിച്ചൊന്ന് കറക്കിയാൽ മതി. 1-2 പ്രാവശ്യം തിരിച്ചടിക്കുമ്പോഴേക്കും അത് കറക്റ്റ് പരുവാവും. പിന്നെ ഇതാ വാളംപുളി ഇരിക്കുകയല്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വാളംപുളിയും കൂടെ എടുത്തിട്ട് ആ ചൂടുവെള്ളം നമ്മൾ ചെമ്പരത്തി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളമില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതൊന്ന് നല്ല പരുവായിട്ട് കിട്ടിക്കോളും. പിന്നെ ഇനി മിക്സിയുടെ ജാറിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം, ജീരകം വേണം, ഉലുവാപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, കായപ്പൊടി വേണം. ഇപ്പം പച്ചമല്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നമുക്കിവിടെ പച്ചമല്ലിയില്ല, മല്ലി പൊടിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളകൊന്നും ഇട്ടില്ല, മുളക് പൊടി ഇട്ടില്ല. അപ്പോൾ എരിവിന് വേണ്ടി കുരുമുളകും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ പച്ചമുളകും ഉണ്ട്. പിന്നെ രസത്തിൻ്റെ കാര്യം അറിയാമല്ലോ, ഇതൊരു ഔഷധം കൂടെയാണ്. നമ്മൾ നല്ല ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കണം. പനിയുടെ കാര്യമല്ല, നല്ല ജലദോഷമൊക്കെ ആയിട്ടിരിക്കുമ്പോഴേക്ക് ഈ ഒരു ചൂട് രസം കുടിച്ചാണ്ടല്ലോ, അത് ആ ജലദോഷം മാറാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടല്ലേ നമ്മൾ രസം ഉണ്ടാക്കണം. അതുപോലെ തന്നെ കൊറോണയൊക്കെ വന്നിരുന്ന സമയത്ത് രസം വെച്ച് കഴിച്ചാൽ നല്ലതാണെന്ന് പറയുമായിരുന്നു. കാരണം ഈ എല്ലാ സംഭവങ്ങളും നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനുള്ളതും അസുഖം മാറാനുള്ളതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ രസത്തിലുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്തെന്ന് പറയാൻ പറ്റില്ല, അരച്ചെടുത്തെന്നും പറയാൻ പറ്റില്ല. ആ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം രസം തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയാറുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ അരപ്പൊന്നങ്ങ് വേവിച്ചെടുക്കും. നല്ലതുപോലെ വെന്ത് വരുമ്പോഴേക്ക് പിന്നെ ആ വെള്ളം ഒന്നങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ചെമ്പരത്തിപ്പൂ ഒക്കെ ഇട്ട് നല്ല ഇതാക്കി സെറ്റാക്കി വെച്ചിരിക്കണില്ലേ, ആ വെള്ളം അതിൽ പുളിയും എല്ലാം ഉണ്ട് കേട്ടോ. ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് പുളി നോക്കിയിട്ട് പുളി കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് പുളി കുറച്ച് കുറവാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ അല്ലാണ്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് പിഴിഞ്ഞ് ചേർത്തായിരുന്നു. ഇത്രയാക്കി എടുക്കുമ്പോഴേക്കും നല്ല കിടിലൻ രസം ഇവിടെ റെഡിയായി. നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രസം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ രസം ഉണ്ടാക്കി വെച്ചിട്ട് രമേശി വിളിച്ച് പറഞ്ഞു നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ പറയണേ, കോളേജിൽ നിന്ന് വന്നിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രസം. പിന്നെ രമ്യചേച്ചി ആയിരുന്നാലും നല്ല കിടിലനായിട്ട് രസം വയ്ക്കും. അപ്പോൾ ചില റെസിപ്പികളൊക്കെ ചിലരുടെ കയ്യിൽ നല്ല ഭദ്രമായിരിക്കുമല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ അവരുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോറും മീൻകറിയും ചൂരമീനും രസമൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ എടുക്കണം. 2 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് അടിച്ച് വാരണമെന്ന് മാത്രമേ ഉള്ളൂ, നല്ലതുപോലെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഇവിടേക്കൊന്ന് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് വേണം സമാധാനത്തോടു കൂടി ഇരുന്ന് സന്തോഷത്തോടു കൂടി ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൊണ്ട് ആഹാരം കഴിക്കണം. നമ്മൾ കഴിച്ച് ആക്റ്റീവായിട്ടിരുന്നാലേ പറ്റുള്ളൂ. അതിനുവേണ്ടി മാത്രമുള്ള കഴിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നാണ് നല്ലതുപോലെ ഇനി കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ ചോറും കപ്പയും ചൂരമീനും രസവും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ ഇന്നലെ വെച്ച സാമ്പാറായിരുന്നു. അപ്പോൾ ആ ഒരു സാമ്പാറും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ചേട്ടൻ വന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വരും. ഞാനും അമ്മയും കൂടെ കഴിച്ച് പുള്ളിക്കാരന് സമയം കിട്ടണ സമയത്തേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട്.
അപ്പോൾ കേശുവിനായിട്ട് ഇതാ പനിക്കാരന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ആ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം അവിടെ. അങ്ങനെ ചേട്ടനും ചോറൊക്കെ കഴിച്ചിട്ട് കടയിലേക്ക് പോയി. അപ്പോൾ ഞാൻ മോനെ അധികം വീഡിയോയിൽ കാണിക്കാത്തതാണ്, ആളങ്ങ് ഒരുമാതിരി ക്ഷീണിച്ചിരിക്കും പോലെയാണ് തോന്നണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും കാണിക്കാതിരിക്കുന്നത്. പിന്നെ ഇതാ വെള്ളമൊക്കെ ചൂടാക്കി അവിടെ നിന്ന് കാരയ്ക്ക കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇനി കാരയ്ക്ക ഉപ്പിലിടണം, അത് മറന്നിരിക്കുകയായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലേക്ക് കാരയ്ക്ക ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ കാരയ്ക്ക ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്താൽ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം ആവും. അപ്പോൾ ഈ കാരയ്ക്ക നല്ല വെന്ത് കിടക്കുകയില്ല, നല്ല വെന്ത് കിടക്കുമ്പോഴേക്ക് 2 ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പിൽ കിടന്നിട്ട് അതങ്ങ് ഒരുമാതിരി ആയിപ്പോവും, എന്തെങ്കിലും അഴുകി പോകും പോലെ തോന്നും. അപ്പോൾ ഈ ഒരു പരുവത്തിന് എടുക്കുന്നതാണ് കാരയ്ക്കായിരുന്നാലും. അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്കയിൽ കാട്ടു നെല്ലിക്കയ്ക്ക് ഉപ്പിലിടാനായിട്ട് ഈ ഒരു പരുവമാണ് നല്ലത്. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ വീട്ടിൽ പോയപ്പോഴേക്ക് കൊണ്ടുവന്ന ലെവലിലേക്കായിരുന്നു. പിന്നെ മോന് വയ്യാത്തതുകൊണ്ട് അതങ്ങ് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് അച്ചാറിടണം. അപ്പോൾ അതിൽ നല്ല പഴുത്ത 2 നെല്ലിക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കുറച്ചും കൂടെയൊക്കെ ഒരു ഇതായിട്ട് അതിനെ ഒന്ന് പാകി നോക്കണം. പൊടിക്കുകയാണെങ്കിൽ പൊടിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇനി ആ നെല്ലിക്കയും കൂടെയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് ഇത് അച്ചാറിടണം. ഇപ്പം ഞാനിതാ ഈ അച്ചാറിടണത് കാണുകയാണെങ്കിൽ ഒരുത്തിക്ക് അവിടെ ഇരിക്കപ്പുറത്ത് കാണുമല്ല, വേറെ ആർക്കുമല്ല, എൻ്റെ അനിയത്തിക്കാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലെവലിലേക്ക് അച്ചാർ. ഇപ്പോൾ ഈ അച്ചാർ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് വിളി വരും, അമ്മ ആരെങ്കിലും വരുമ്പോഴേക്ക് ഈ ലെവലിലേക്ക് അച്ചാറിട്ട് എനിക്ക് കൊടുത്തു വിടണേ എന്ന് അവളിപ്പോൾ പറയും, അത് ഉറപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ലെവലിലേക്ക് അവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അച്ചാറിടാനായിട്ട് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനി റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ അച്ചാറിടുമ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ചധികം ചേർക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും ആ ഒരു അച്ചാറിന്. അങ്ങനെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാകുമ്പോഴേക്കും അതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിലങ്ങ് ഇറങ്ങുമല്ലോ. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അച്ചാറിടണത്. കാരണം ഇത് നമ്മളിപ്പോൾ അധികം നാളൊന്നും ഇത് ഇരിക്കില്ല. നമുക്കിപ്പോൾ നല്ലെണ്ണയിൽ ഇടണമെന്ന് വെച്ചാൽ അതൊരു പ്രിസർവേറ്റീവ്സും കൂടിയാണ്. കുറച്ച് അധികം നാൾ ഇരിക്കണമെങ്കിൽ മാത്രം നല്ലെണ്ണയിൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇവിടെ ഒരാഴ്ച പോലും ഇരിക്കില്ല അച്ചാറൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടണത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കി കടുകിട്ടതിന് ശേഷം അതിലേക്ക് ഈ ക്രഷ് ചെയ്തിട്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം, അതാണ് അടുത്ത പരിപാടി. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മുരിഞ്ഞ് വരാനായിട്ട് ഒരു അല്പം സമയം കൊടുക്കണം. ഇനി അതിനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരണുണ്ട്. ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയൊക്കെ ഒന്ന് ചൂടായി വരണേൻ്റെ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി 2-3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എനിക്കാണെങ്കിൽ ഇവിടെ കാണാനായിട്ടും കുറച്ച് നല്ല കളറ് വേണം, കുറച്ച് എരിവും വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം മുളക് പൊടി ഇടും. പിന്നെ കാശ്മീരിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ കറക്റ്റാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ കാശ്മീരിയൊന്നുമില്ല, സാധാരണ മുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊന്ന് ഇളക്കി ചേർത്തിട്ട് ഇനി നമുക്ക് നമ്മളെ കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായയില്ലാതെ എന്തോന്ന് അച്ചാറല്ലേ. അപ്പോൾ അത് കായം കുറച്ച് അധികം ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ല മണം വരുള്ളൂ. മണവും ഗുണവും എല്ലാം വരണമെങ്കിൽ കായം കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ വിനാഗിരി ഒന്നും ചേർക്കണില്ല. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ടില്ല. ഞാനും മിക്കവാറും ലാസ്റ്റായിരിക്കും ഉപ്പിടണത്, എല്ലാം ഇടും, ഉപ്പിൻ്റെ കാര്യം മറന്നു. അപ്പോൾ മറക്കാണ്ടത് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡിയായി. ഇനി അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. നമുക്ക് എത്രയാണോ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ലെവലിലേക്കും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമാക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ആ ചെറുതീയിൽ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും നല്ല വെന്ത് സെറ്റായി അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞിരിക്കും. അതാണ് പരുവം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് വെന്ത് കിട്ടേ വേണമല്ലോ നെല്ലിക്ക. പിന്നെ നമ്മൾ ഈ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടെടുത്ത് അച്ചാറിടണം. എൻ്റെ ദൈവം എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അങ്ങനെ അച്ചാറിട്ടാൽ. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ആ സമയമൊന്നും കൊടുത്തില്ല.
അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തീയൊക്കെ കുറച്ച് വെച്ചൊന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, ഒരു 4-5 പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം കൊണ്ട് അതൊന്നങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പം ക്രഷ് ചെയ്തെടുത്തതിൻ്റെ മിക്സിയുടെ ജാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുമ്പോഴേക്കും കുറച്ചൊന്ന് അത് നമ്മളെ നെല്ലിക്ക ഒരല്പം ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരും. ഇനി അതും അല്ല, കുറച്ച് അധിക സമയം വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ല ലോ ഫ്ലെയിം ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കാം. അപ്പോൾ ഈ അടുക്കി പിടിക്കുമെന്നോ അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട. നമ്മൾ അത്രയ്ക്ക് തീ കുറച്ച് വെച്ചിരിക്കുകയല്ലേ. നമ്മൾ അങ്ങനെ ഇരുന്ന് ആ ചെറുതീയിലിരുന്ന് വെന്ത് വറ്റി വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതാ കണ്ടില്ലേ, ചെറുതായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും നെല്ലിക്ക അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഇതിന് വേവണം, വെന്താൽ മാത്രമേ പറ്റുള്ളൂ. വെന്താലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോഴേക്ക് ഇതിൻ്റെ എരിവും പുളിപ്പും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം തന്നെ വായിൽ വെള്ളം വരണുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇനി അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇനി അമ്മ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുളിയെല്ലാം കേശ് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയല്ലേ. അമ്മ അതിന് പാവം വെയിലത്തൊക്കെ കൊണ്ടുവച്ച് വീണ്ടും ഉണക്കിയൊക്കെ എടുത്ത് ഇനി അതൊന്ന് കുത്തിയെടുക്കാമെന്ന് പറഞ്ഞ് അതാ അവിടെ ഇരിക്കുകയാണ്, പുളി കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ 1-2 പച്ചപ്പുളിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴേക്ക് ഈ പച്ചപ്പുളി ഉണ്ടല്ലോ, പച്ചപ്പുളിയും ഉപ്പും കാന്താരി മുളകും കൂടി ചേർത്ത് ഇങ്ങനെ കഴിക്കും. പിള്ളേർ ഇതൊക്കെ കൊണ്ടുവരുമല്ലോ. അന്നൊക്കെ നമുക്ക് ഇതൊന്നും കിട്ടാനായിട്ട് ഒരു പാടും ഇല്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ ഇല്ലേ. ഇപ്പോഴല്ലേ ഇതൊക്കെ ഇങ്ങനെ കിട്ടാക്കനി പോലെ നടക്കുന്നത്. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പുളിയും എല്ലാം. അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് പുളി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമ്മ പറയുന്നുണ്ട്, പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു ഇതൊക്കെ, ഇപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ അമ്മയ്ക്ക് നടുതരിപ്പൊക്കെ തുടങ്ങി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെയൊക്കെ ചെറുപ്പകാലമല്ലേ. ഇപ്പോഴൊക്കെ എങ്ങനെയാണ്, അമ്മയ്ക്കൊക്കെ പ്രായമായില്ലേ. പിന്നെ പ്രായമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യണ ജോലിയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ അമ്മ തന്നെ പറയണത്. പിന്നെ അമ്മയായിരുന്നാലും ഈ ഒരു പുളി കുത്തലൊന്നും അധികം ചെയ്തിട്ടില്ല. അമ്മയുടെ നാത്തുവിൻ്റെ വീട്ടിൽ നിന്നായാലും ഇത് ചേട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു പുളി കുത്തിയാണ് അവർ കൊണ്ട് കൊടുക്കണതെന്ന്. അവിടേക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അവർ പോവാറായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മ അവിടെ ആ ജോലിയിൽ ഇരുന്നപ്പോഴേക്ക് ഞാനിവിടെ കാരക്കയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ, അതിന് എന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കീറി വിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉപ്പും കായൊക്കെ നല്ലതുപോലെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ അതിനെ ഇങ്ങനെ ഒന്ന് 3ആയിട്ട് അതിൻ്റെ ഒരു 3 സൈഡ് ഇതേപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കും. ഇതൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിൽ നിന്നും ഓരോ പിള്ളേർ ഓരോ സംഭവങ്ങൾ കൊണ്ടുവരുമല്ലോ. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കടകൾ കാണില്ലേ, അവിടെ എല്ലായിടത്തും ഈ കാരക്കയൊക്കെ ആയിരുന്നു. പിന്നെയാണ് നമ്മളൊരു 10ലൊക്കെ ആയപ്പോഴാണ് തോന്നി സിപ്പപ്പ് എന്ന് പറയുന്ന സംഭവമൊക്കെ വന്നു തുടങ്ങിയത്. അതിന് മുന്നേയൊക്കെ ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് വാങ്ങാനും ഈ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ പണ്ടിങ്ങനെ ഒരു ജാം ഉണ്ടായിരുന്നു, കവറിലൊരു പാക്കറ്റിൽ ജാം വരും, പിന്നെ പുളിമുട്ടായി, അതൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് വാങ്ങാനായിട്ടൊക്കെ. അങ്ങനെ അമ്മ അവിടെ പുളി കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ എന്തോ ഒരു ബഹളം കേട്ട് എന്തോ ഇങ്ങനെ പടന്ന് കത്തും പോലെയൊക്കെ തോന്നിപ്പോയി. നോക്കിയപ്പോഴേക്കായിരുന്നു അവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ വസ്തുണ്ട്. അവിടെ നിന്ന് തീ ഇങ്ങനെ ആളെ പടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ആ ഒരു നമ്മൾ ഈ ചാമ്പലൊക്കെ ഉണ്ടല്ലോ, ആ ചാരം, ആ സംഭവമൊക്കെ നമ്മുടെ വീട്ടിൽ വരെ വന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരുമൊക്കെ കൂടി, ഒന്നാമത് അറിയാമല്ലോ ഭയങ്കര ഉണക്ക് സമയമല്ലേ, തീ ഇങ്ങനെ ഒരു അറമ്പാതും ഇല്ലാണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ കയറി വരെയായിരുന്നു. ഇതിപ്പോൾ അവിടെ ആരെങ്കിലും ഇനി ചവറ് തീയിട്ടതാണോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും തീ നിമിഷ നേരം കൊണ്ട് ആളെ പടരുകയും ചെയ്ത് ഭയങ്കര സൗണ്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ അത് എല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഓസിട്ടും അല്ലാണ്ടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഒരു മേളമായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ പ്രയത്നത്തിനൊടുവിൽ തീയൊക്കെ വന്ന് അണഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താവും അവസ്ഥയെന്നൊക്കെയുള്ള രീതിയിൽ. കേശുവിനൊക്കെ ആണെങ്കിൽ ഭയങ്കര അതിശയം. അയ്യോ, അത് തീ അണഞ്ഞു പോയ അമ്മയെന്നാണ് കേശു ചോദിച്ചത്. പിള്ളേർക്ക് രസം അതിങ്ങനെ കയറി വരുന്നതും ആൾക്കാരെ ബഹളമൊക്കെ കണ്ട് നിൽക്കാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മളും അവിടെയൊക്കെ നിന്നിട്ട് ഈ വാഴയൊക്കെ പോകുമെന്ന് വിചാരിച്ച് കയറി ഇങ്ങി വന്നെങ്കിൽ പിന്നെ തീ കത്തുന്നത് മാത്രമല്ല, ഒരുപാട് വയറുകളും മറ്റേ പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഒക്കെ നിൽക്കുകയല്ലേ. എങ്ങാനും ഒരു തീപ്പൊരി വീണാലും തീർന്നില്ലേ കാര്യം, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ
കുറച്ച് സമയം അവിടെയൊക്കെ ചിലവഴിച്ചിട്ട് വീണ്ടും നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോണതാണ്. കേശുരാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അവിടെ നിന്ന് തിരിച്ച് വരാനായിട്ട്. അമ്മ എന്താ ഇവിടെ പുളികുത്തൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് അവിടെ നിന്ന് എണീക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ അങ്ങോട്ടൊന്നും വന്നില്ല. ഇനി ഈ പുളിയരി വറുക്കണം, അതാണ് എൻ്റെ അടുത്ത പരിപാടി. എനിക്ക് പുളി കിട്ടിയപ്പോഴേക്ക് പുളി കിട്ടിയേക്കാളും സന്തോഷം പുളിയരി കിട്ടുമല്ലോ എന്നുള്ളത് ഓർത്തിട്ടായിരുന്നു. അതിനെ ഇനി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി ആ കാരയ്ക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അല്ല, നമ്മൾ കീറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനെ ഇനി കുപ്പിയിലാക്കി ഉപ്പൊക്കെ ഇട്ട് കായപ്പൊടിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് അതിനെ ഒന്ന് സെറ്റാക്കണം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടും കാരയ്ക്ക ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അതിനടുത്തൊന്ന് അച്ചാറിടണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ വേറെ ആരെയും ഉദ്ദേശിച്ചല്ല, ഞാൻ എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇവിടെ ചേട്ടനൊക്കെ 1-2 കഴിച്ചാലായി. കേശുക്കുട്ടൻ കഴിക്കും, എന്നാലും മോൻ എത്ര കഴിക്കും, 1 എണ്ണമായിട്ട് കഴിക്കും. അമ്മയും അങ്ങനെ തന്നെ. പിന്നെ നന്ദു വന്നാൽ അവളും ഇതിന് മോശക്കാരിയല്ല, ഞാനും അവളും കൂടെ ആയിരിക്കും കഴിക്കണത്. ഇതിപ്പം ഞാൻ തന്നെ ഇത് തീർക്കും. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ്, ഉപ്പിലിട്ടാലും മാത്രമല്ല അച്ചാറിട്ടാലും നല്ല രുചിയാണ്. ഇനി ബാലൻസ് മറ്റേ സംഭവമൊക്കെ അവിടെ റെഡിയാക്കി, അച്ചാറൊക്കെ അവിടെ റെഡിയായിരിക്കുകയാണ്. അതിനെയും കൂടെ ഒന്ന് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ അത് അച്ചാറ് മാറ്റി കുപ്പിയിലോ ഭരണിയിലോ ഒന്നും ആക്കി വയ്ക്കണില്ല, വേറൊരു പാത്രത്തിലോട്ട് തന്നെ ആക്കി വയ്ക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല അധികം നാൾ ഇരിക്കില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.